ഒരു വെറൈറ്റി ബിസിനസ് എന്നുള്ള ഒരു കോൺസെപ്റ്റിലേക്ക് നിങ്ങൾ എത്തുക. നിങ്ങൾക്ക് ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ തന്നെ വ്യത്യസ്ത തരം നമുക്ക് എന്തൊക്കെ മാർക്കറ്റിൽ ഫിഷ് ഉണക്കാം, ആ പച്ചപ്പ് പോയിട്ടില്ല, അതൊക്കെയും നല്ല രീതിയിലുണ്ട്. വിദേശ രാജ്യങ്ങളിലേക്ക് കയറ്റുമതി ചെയ്യുകയാണെങ്കിൽ ഇത് നല്ല ബിസിനസ്സാക്കി മാറ്റാൻ പറ്റുന്ന ഒന്നാണ്. ഹൈ ഡിമാൻഡുള്ള ഹൈ പൊട്ടൻഷ്യലുള്ള ഒരു ബിസിനസ് ഓപ്പർച്യൂണിറ്റിയാണ് ഇത്. നിങ്ങൾ ചെയ്യേണ്ടത് ഇങ്ങനെ ഡ്രൈ ആക്കിയും നിങ്ങൾക്ക് അങ്ങോട്ട് കയറ്റിയേക്കാം. വലിയ രീതിയിൽ നിങ്ങൾ തുടങ്ങുകയാണെങ്കിൽ ഒരു പക്ഷേ നിങ്ങൾക്ക് സാമ്പത്തികം ഇല്ല എന്നുണ്ടെങ്കിൽ സബ്സിഡിയോട് കൂടി ഈ മെഷീൻ നിങ്ങൾക്ക് ലഭ്യമാകുന്നതാണ്. നമുക്കറിയാം കുട്ടികൾ ലൈസും മറ്റതൊക്കെ ഉപയോഗിച്ചു അതിൻ്റെ ദൂഷ്യഫലങ്ങൾ നമ്മളൊക്കെ അനുഭവിച്ചു കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ ഒരു കോക്കനട്ട് ചിപ്സ് അതുപോലെ തന്നെ ഇളനീർ ചിപ്സ് എന്നൊക്കെ ഇതിൽ ചെയ്യാൻ കഴിയും. ഹായ് ഫ്രണ്ട്സ്, ഒരു വലിയ ബിസിനസ്സിൻ്റെ വാതിൽ ഞാൻ നിങ്ങൾക്ക് മുമ്പിൽ തുറക്കട്ടെയോ? ഫ്രണ്ട്സ്, ഒരുപാട് ഓപ്പർച്യൂണിറ്റി ഉള്ള ഒരു വലിയ ബിസിനസ് അവസരമാണ് ഇന്ന് ഞാൻ നിങ്ങൾക്ക് മുമ്പിലേക്ക് എത്തിക്കുന്നത്. ഈ ഒരു ഡീഹൈഡ്രേറ്റർ മെഷീൻ വെച്ചിട്ട് 25ലധികം പ്രൊഡക്റ്റുകൾ ഇവിടെ ഡീഹൈഡ്രേറ്റ് ചെയ്തിരിക്കുന്നു. ഇതൊരു വലിയൊരു അവസരമാണ്. ഈ ഒരു മഴക്കാലത്ത് നമുക്കറിയാം തേങ്ങ കൊപ്രയാക്കാൻ പെടുന്ന പാട്. അതുപോലെ തന്നെ ഒത്തിരി പ്രൊഡക്റ്റുകൾ ഇവിടെ നിങ്ങൾക്ക് കാണാം. ഇതൊക്കെ മാർക്കറ്റ് ചെയ്യുകയാണെങ്കിൽ നല്ല രീതിയിൽ നിങ്ങൾക്ക് ബിസിനസ്സാക്കി മാറ്റാൻ പറ്റുന്ന വലിയൊരു അവസരമാണ്. അപ്പോൾ ഞാൻ ആദ്യം ഡീഹൈഡ്രേറ്റ് മെഷീനെക്കുറിച്ച് നിങ്ങൾക്ക് പറഞ്ഞു തരാം. ഇവിടെ ചെറുതും വലുതുമായിട്ടുള്ള ഡീഹൈഡ്രേറ്റ് മെഷീനുണ്ട്. ഈ ഒരു ഡീഹൈഡ്രേറ്റ് മെഷീൻ നിങ്ങൾ കാണുക. ഇത് നല്ല രീതിയിൽ വലിയൊരു ബിസിനസ് നിങ്ങൾ തുടങ്ങുകയാണെങ്കിൽ മാത്രം ഈ ഒരു മെഷീൻ നിങ്ങൾ ചൂസ് ചെയ്താൽ മതി. അതല്ല നിങ്ങൾക്ക് നിങ്ങളുടെ വീടുകളിലിരുന്ന് നിങ്ങൾ ചെറിയൊരു ബിസിനസ് തുടങ്ങുകയാണെങ്കിൽ അതിന് പര്യാപ്തമായിട്ടുള്ള മെഷീനുകളുണ്ട്. ഞാൻ അത് കാണിച്ചു തരാം. ഇവിടെ ചെറിയ മെഷീൻ, വളരെ ചെറിയ മെഷീൻ ഉണ്ട്. ഇതിന് വെറും 19,000 രൂപ മാത്രമേ ഇതിന് വിലയുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് ഒരു 19,000 രൂപ കൊടുത്തും നിങ്ങൾക്ക് ഈ ഒരു ബിസിനസ്സിലേക്ക് വരാം എന്നുള്ളതാണ് പറയുന്നത്. പിന്നെ അതുപോലെ തന്നെ വെറൈറ്റി ആയിട്ടുള്ള പിന്നെയും മെഷീൻസ് അവിടെയുണ്ട്, ചെറുതും വലുതും. നിങ്ങൾക്ക് ആഗ്രഹിക്കുന്ന രീതിയിൽ നിങ്ങൾ ഏത് സൈസിലുള്ള മെഷീനാണോ ആഗ്രഹിക്കുന്നത് ആ മെഷീൻ ഞങ്ങൾ നിങ്ങൾക്ക് തരും. ഈ ഒരു മെഷീനിൽ നിങ്ങൾക്ക് ഇതുപോലെ ഒരുപാട് പ്രൊഡക്റ്റുകൾ നിങ്ങൾക്ക് ഡ്രൈ ചെയ്യാവുന്നതാണ്. ഇപ്പോൾ ഉദാഹരണമായിട്ട് എന്നെ സംബന്ധിച്ച് ഞാൻ ഒരു ബിസിനസ് തിരഞ്ഞെടുക്കുകയാണെങ്കിൽ ഏറ്റവും വലിയൊരു ബിസിനസ്സായിട്ട് ഞാൻ കാണുന്ന ഒന്നാണ് ഈ ഒരു പ്രൊഡക്റ്റ്. ഇതെന്താണ്? നമ്മളൊക്കെ ധാരാളമായിട്ട് നമ്മുടെ നാട്ടിലൊക്കെ ധാരാളമായിട്ടുള്ള മുരിങ്ങയില. ഈ മുരിങ്ങയില ഡീഹൈഡ്രേറ്റ് ചെയ്തിട്ടുള്ളതാണിത്. നോക്കുക നിങ്ങൾ, ആ പച്ചപ്പ് പോയിട്ടില്ല, അതൊക്കെയും നല്ല രീതിയിലുണ്ട്. പക്ഷേ ഇതിൻ്റെ ഗുണം എന്ന് പറയുന്നത് നിങ്ങളൊരു വിദേശ രാജ്യങ്ങളിലേക്ക് കയറ്റുമതി ചെയ്യുകയാണെങ്കിൽ ഇത് നല്ല ബിസിനസ്സാക്കി മാറ്റാൻ പറ്റുന്ന ഒന്നാണ്. അതുപോലെ തന്നെ ഇത് USA ഹൈ ഡിമാൻഡുള്ള ഹൈ പൊട്ടൻഷ്യലുള്ള ഒരു ബിസിനസ് ഓപ്പർച്യൂണിറ്റിയാണ്. ഇത് നിങ്ങൾ ചെയ്യേണ്ടത് ഇങ്ങനെ ഡ്രൈ ആക്കിയും നിങ്ങൾക്ക് അങ്ങോട്ട് കയറ്റിയേക്കാം. അതല്ലെങ്കിൽ ഇത് പിന്നീട് പൊടിച്ച് കഴിഞ്ഞും നിങ്ങൾക്ക് പാക്ക് ചെയ്ത് അങ്ങോട്ട് എത്തിക്കാവുന്നതാണ്. വലിയൊരു ബിസിനസ് അവസരമാണ്. അതുപോലെ തന്നെ നമുക്കറിയാം നമ്മുടെ നാട്ടിലൊക്കെ ഇനി ട്രെൻഡ് ആവാൻ പോകുന്ന ഒരു ബിസിനസ്സാണ് കോക്കനട്ട് ചിപ്സ്. നോക്കുക, ഇപ്പോൾ നമുക്കറിയാം കുട്ടികൾ ലൈസും മറ്റതൊക്കെ ഉപയോഗിച്ചു അതിൻ്റെ ദൂഷ്യഫലങ്ങൾ നമ്മളൊക്കെ അനുഭവിച്ചു കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ ഒരു കോക്കനട്ട് ചിപ്സ് അതുപോലെ തന്നെ ഇളനീർ ചിപ്സ് എന്നൊക്കെ ഇതിൽ ചെയ്യാൻ കഴിയും. അതുപോലെ തന്നെ വെറൈറ്റി ആയിട്ടുള്ള ഒരുപാട് ബിസിനസ്സുകൾ ഇത് പിന്നെ നമുക്ക് ചക്ക, അതുപോലെ തന്നെ ബീഫ് ഡ്രൈ ചെയ്തതാണ്. അതുപോലെ തന്നെ ഇത് റോസ്, വാടാർ മല്ലി, വെണ്ട, മല്ലിക, പച്ചക്കായ, സവാള, മല്ലിക. അതുപോലെ തന്നെ ഇത് നിങ്ങൾ നോക്കുക, ഇത് ചെറുപയർ മുളപ്പിച്ചിട്ട് അത് ഡ്രൈ ചെയ്തത്. അങ്ങനെ ഒത്തിരി ബിസിനസ്സുകളാണ് നമുക്ക് മുമ്പിലുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് എന്തായാലും ഇത്തരത്തിലൊരു ബിസിനസ് തുടങ്ങാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ നിങ്ങൾക്ക് മെഷീനറി ആവശ്യമുണ്ടായിരിക്കും. ഈ ഒരു ഡീഹൈഡ്രേറ്റ് മെഷീൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് നമുക്കറിയാം ഒരുപാട് ഡീഹൈഡ്രേഷൻ നിങ്ങൾ കണ്ടിട്ടുണ്ടാകും. അതിൽ നിന്ന് വളരെ വ്യത്യസ്തമായിട്ട്, അതുപോലെ ഈ ഇലക്ട്രിസിറ്റി ആണെങ്കിലും വളരെ കുറവായിട്ട്, സർവീസുകളാണെങ്കിൽ നല്ല രീതിയിൽ സർവീസ് ലഭ്യമായിട്ടുള്ള ഒരു മെഷീനറിയാണ് മൈക്രോലോജിക് നിങ്ങൾക്ക് നൽകുന്നത്. അപ്പോൾ നമുക്ക് എന്തായാലും ഒരു ബിസിനസ്സിലേക്ക് ഇറങ്ങുമ്പോൾ നമുക്ക് എന്തൊക്കെ സെറ്റപ്പ് വേണ്ടി വരും? വലിയ രീതിയിലാണോ ചെറിയ രീതിയിലാണോ നിങ്ങൾ ബിസിനസ് ചെയ്യുന്നതെന്ന് ആദ്യം നിങ്ങൾ മനസ്സിലാക്കുക. ചെറിയ രീതിയിലാണ് എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ വീട്ടിൽ തന്നെ ഇത്തരമൊരു സംരംഭം നിങ്ങൾക്ക് തുടങ്ങുവാൻ കഴിയും. നിങ്ങൾ ഏത് പ്രൊഡക്റ്റ് വേണം എന്നുള്ളത് നിങ്ങൾ തീരുമാനിക്കുക. നമുക്കറിയാം സീസൺ സമയങ്ങളിൽ
ഇപ്പം പിന്നെ മാമ്പഴത്തിൻ്റെ സമയങ്ങളിലൊക്കെ നിങ്ങൾക്ക് മാങ്ങ ഡ്രൈ ചെയ്ത് വെക്കാം. അതുപോലെ തന്നെ പൈനാപ്പിൾ സമയങ്ങളിൽ അത് ഡ്രൈ ചെയ്യാം. ചക്കയുടെ സമയങ്ങളിൽ അത് ഡ്രൈ ചെയ്യാം. നല്ലൊരു ബിസിനസ്സാക്കി നിങ്ങൾക്ക് മാറ്റാം. നല്ല രീതിയിൽ ഹൈജീനായിട്ട് ഈ ഒരു ബിസിനസ്സിനെ നിങ്ങൾ കൊണ്ടുപോവുകയാണെങ്കിൽ ഡെഫിനറ്റ്ലി നല്ല രീതിയിൽ നിങ്ങൾക്ക് ഒരു ഏണിങ്സ് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും എന്നുള്ളതാണ് പറയുന്നത്. ഒരു വെറൈറ്റി ബിസിനസ് എന്നുള്ള ഒരു കോൺസെപ്റ്റിലേക്ക് നിങ്ങൾ എത്തുക. നിങ്ങൾക്ക് ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ തന്നെ വ്യത്യസ്ത തരം നമുക്ക് എന്തൊക്കെ മാർക്കറ്റിൽ ഫിഷ് ഉണക്കിയത്, അതുപോലെ തന്നെ ഒരുപാട് നമുക്കറിയാം. ഈ ഉണക്ക ഫിഷിൻ്റെ കാര്യമൊക്കെ പറയുകയാണെങ്കിൽ നമ്മളൊക്കെ എപ്പോഴും പിന്നെ ഉണക്ക ഫിഷ് കഴിക്കാൻ മടി കാണിക്കുന്ന ആളുകളാണ്. കാരണം ഇത് എങ്ങനെയാണ് അതിൻ്റെ പ്രോസസ്സ് എന്ന് നമുക്കെല്ലാവർക്കും അറിയാം. വളരെ പിന്നെ ഹൈജീൻ കീപ്പ് ചെയ്യാതെയാണ് അത്തരം പ്രൊഡക്റ്റുകൾ നമ്മുടെ മാർക്കറ്റിലെത്തുന്നത്. ഇപ്പോൾ ഇങ്ങനെയൊക്കെ ഒരു ഹൈജീനായിട്ട് ഇത്തരം പ്രൊഡക്റ്റുകൾ, ഇത്തരം മെഷീനറി ഉപയോഗിച്ചുകൊണ്ട് ബിസിനസ്സിലേക്ക് ഇറങ്ങുമ്പോൾ, അല്ലെങ്കിൽ നിങ്ങളൊരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുകയാണെങ്കിൽ ഡെഫിനറ്റ്ലി അത് നല്ല രീതിയിൽ നിങ്ങൾക്ക് വിജയിപ്പിക്കുവാൻ കഴിയും. അപ്പോൾ ഡീഹൈഡ്രേറ്റ് മെഷീൻ നിങ്ങൾക്ക് വേണോ? നിങ്ങളുടെ വീട്ടിലിരുന്നു കൊണ്ട് നിങ്ങൾ വീട്ടമ്മയാവട്ടെ, അതുപോലെ തന്നെ റിട്ടയർഡ് ഹാൻഡ്സ് ആവട്ടെ, അല്ലെങ്കിൽ വിദ്യാർത്ഥികളാവട്ടെ, ആരുമാവട്ടെ, നിങ്ങൾക്ക് സ്വന്തമായിട്ടൊരു ബിസിനസ് തുടങ്ങണമെന്നുണ്ടെങ്കിൽ ഇതൊക്കെ സബ്സിഡി കിട്ടുന്ന പ്രൊഡക്റ്റുകളുമാണ്. ഈ ഒരു മെഷീൻ വലിയ രീതിയിൽ നിങ്ങൾ തുടങ്ങുകയാണെങ്കിൽ, ഒരു പക്ഷേ നിങ്ങൾക്ക് സാമ്പത്തികം ഇല്ല എന്നുണ്ടെങ്കിൽ സബ്സിഡിയോട് കൂടി ഈ മെഷീൻ നിങ്ങൾക്ക് ലഭ്യമാകുന്നതാണ്. അപ്പോൾ ചെറിയ ബിസിനസ്സാണോ നിങ്ങൾ തുടങ്ങുന്നത്, ചെറിയ മെഷീൻ നിങ്ങൾ മേടിക്കുക. അതുപോലെ തന്നെ വലിയൊരു രീതിയിൽ നല്ല പ്രൊഡക്ഷൻ കപ്പാസിറ്റിയുള്ള ഒരു ബിസിനസ് നിങ്ങൾ തുടങ്ങണമെന്നുണ്ടെങ്കിൽ ഇത്തരം വലിയ മെഷീൻ നിങ്ങൾക്ക് വാങ്ങാവുന്നതാണ്. നമുക്കറിയാം കൊപ്രയൊക്കെ ഈ ഒരു മഴക്കാലത്തൊക്കെ, അതുപോലെ തന്നെ ജാതിക്ക ഒക്കെ അതിൻ്റെയൊക്കെ സീസണാണ് ഇപ്പോൾ. ഈ ഒരു സമയത്ത് നിങ്ങൾ ഇത്തരം ഒരു മെഷീൻ വാങ്ങിയിട്ട് അത് ഡ്രൈ ചെയ്യുകയാണെങ്കിൽ അത് നല്ല രീതിയിൽ ഒരു ബിസിനസ്സാക്കി നിങ്ങൾക്ക് മാറ്റിയെടുക്കാവുന്നതാണ്. അതുപോലെ തന്നെ ഏലക്കായ, അങ്ങനെ ഒരുപാട് സംഗതികൾ. ഇപ്പോൾ ഏറ്റവും നല്ലൊരു എക്സാമ്പിൾ തന്നെ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഈ ഒരു പ്രൊഡക്റ്റ് മുരിങ്ങക്ക, ഇതിൻ്റെ നിറം നിങ്ങൾക്ക് കാണാം, ഗ്രീൻ വിട്ടുപോയിട്ടില്ല. അതുപോലെ തന്നെ എല്ലാ പ്രൊഡക്റ്റുകളും അതിൻ്റെ ഓരോന്നിൻ്റെയും ക്വാളിറ്റി, കളറ് അധികം നഷ്ടപ്പെടാത്ത രീതിയിൽ തന്നെ ഇത് ഡ്രൈ ആയിട്ടുണ്ട്. അപ്പോൾ ഇത്തരത്തിലൊരു ബിസിനസ്സിലേക്ക് ഇറങ്ങുവാൻ ആഗ്രഹിക്കുന്നു എന്നുണ്ടെങ്കിൽ ഈ ഒരു ഡീഹൈഡ്രേറ്റ് മെഷീൻ നിങ്ങൾക്ക് ആവശ്യമുണ്ട് എന്നുണ്ടെങ്കിൽ ഇവരുടെ കോൺടാക്റ്റ് നമ്പർ കൊടുക്കുന്നു. നിങ്ങൾക്ക് ഇന്ന് തന്നെ ഇവരെ വിളിക്കുക. അതുപോലെ തന്നെ മറ്റു വിശദാംശങ്ങൾ നിങ്ങൾക്ക് ഇവരോട് ചോദിച്ചറിയാവുന്നതാണ്. അപ്പോൾ എന്തായാലും ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി കാണുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. എന്തായാലും അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. ബൈ.